എല്ലാവർക്കും നമസ്കാരം. വരുന്ന ഞായറാഴ്ച, അതായത് ജനുവരി 26-ാം തീയതി നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണല്ലോ. അന്നത്തെ ദിവസം ആഘോഷ പരിപാടികളിൽ ആല വിപണിയും ചില വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ കൂടി പങ്കാളികളാകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ക്ലീൻ ആല, ഗ്രീൻ ആല എന്നൊരു പ്രോജക്റ്റ് കൂടി ആല വിപണി ലക്ഷ്യമാക്കുന്നുണ്ടല്ലോ. ആ ക്ലീൻ ആല, ഗ്രീൻ ആല എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആല വിപണി വ്യത്യസ്തമായ ലേലങ്ങളിൽ കൂടിയും മറ്റും ഫണ്ട് ശേഖരിച്ച് റോഡിൻ്റെ സൈഡുകൾ ക്ലീൻ ചെയ്യുന്നു, റോഡിൻ്റെ സൈഡിൽ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നു, ആല സ്കൂളിൽ ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നു, ആല സ്കൂളിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ആല വിപണി ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ആ ക്ലീൻ ആല, ഗ്രീൻ ആല പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അത്തരം ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ നമ്മളുടെ ആ പ്രോജക്റ്റിൻ്റെ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് വ്യാപകമായി എത്തിക്കുന്നതിന് വരുന്ന ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 9 മണി വരെ ആല വിപണി വ്യത്യസ്തമായ ചില പ്രവർത്തനങ്ങൾ ആല സ്കൂളിൽ നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആല സ്കൂൾ അധികൃതരുമായിട്ട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ PTA സംസാരിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ NSSൻ്റെയും സോഷ്യൽ സർവീസ് സ്കീമിൻ്റെയും ഒക്കെ സഹായങ്ങൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ ആലയിലെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സന്നദ്ധ സംഘടനയായ തണലിൻ്റെ സപ്പോർട്ടും നമ്മൾക്കുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ജോയിൻ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആല സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അതേപോലെ നേരത്തെ നമ്മുടെ സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുമൊക്കെ നമ്മുടെ അന്നത്തെ പ്രവർത്തനങ്ങളിൽ നമ്മളോടൊപ്പം പങ്കാളികളായിരിക്കും. അന്നേ ദിവസം ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനായിട്ട് എല്ലാവരും എത്തിച്ചേരണം. അന്നത്തെ ദിവസം അവിടെ വരുന്ന സമയത്ത് എല്ലാവരും കയ്യിലൊരു വെട്ടോത്തി കരുതണം. എന്തിനാണ് ആ വെട്ടോത്തി കരുതുന്നതെന്ന് പറയാം. നമ്മുടെ സ്കൂളിലേക്ക് ബ്രഷ് കട്ടർ കൊടുത്ത ശേഷം സ്കൂളിൻ്റെ പരിസരങ്ങളൊക്കെ വളരെ നല്ല വൃത്തിയായി തന്നെ കിടക്കുകയാണ്. എന്നാൽ പോലും 2.25 ഏക്കറോളം നമ്മുടെ സ്കൂളിന് ഏരിയ ഉണ്ട്. അപ്പം ചില ഭാഗങ്ങളിലൊക്കെ കുറ്റിക്കാടുകളൊക്കെ ഇങ്ങനെ വളർന്നു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഐക്യമത്യം മഹാബലം എന്ന ഒരു സന്ദേശം കൂടെ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെട്ടോത്തികളുമായിട്ട് വെട്ടോത്തിയുമായിട്ട് സ്കൂളിൽ എത്തിച്ചേർന്നിട്ട് ഒരാൾ മിനിമം ഒരു 5 എണ്ണമെങ്കിലും കളയുകയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് സ്കൂളിൻ്റെ കോമ്പൗണ്ട് മുഴുവൻ വളരെ വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും. അന്നത്തെ ദിവസം രാവിലെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ ക്രമീകരിക്കുന്നുണ്ട്. കപ്പ പുഴുങ്ങിയതായിരിക്കും അന്നത്തെ ദിവസം എല്ലാവർക്കും ക്രമീകരിക്കുന്നത്. അവിടെ നമ്മൾ സ്വല്പം വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാണ്. നമ്മളവിടെ സ്കൂളിൽ വരുന്ന സമയത്ത് ഈ കപ്പ കഴിക്കാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങളോ പേപ്പർ പാത്രങ്ങളോ ഒന്നും മേടിക്കുന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള വാഴയില നമ്മുടെ വീടുകളിൽ നിന്ന് അവിടെ കൊണ്ടുവരിക. ഓരോരുത്തർ മിനിമം 2-3 വാഴയില കൊണ്ടുവരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും വീടുകളിൽ വാഴയില ഉണ്ടായിരിക്കാനായിട്ട് സാധ്യതയില്ല. അപ്പം മറ്റുള്ളവരെ കൂടെ നമ്മളിന്ന് പരിഗണിച്ചുകൊണ്ട് വാഴയിലൂടെ കൊണ്ടുവരിക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സമയത്ത് അവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് വല്ല തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ മുളക് ചമ്മന്തിയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ അച്ചാറോ എന്തെങ്കിലും കൊണ്ടുവരിക. അപ്പോൾ സ്കൂളിൽ കപ്പയും കട്ടൻ കാപ്പിക്കും ഉള്ള സൗകര്യം ചെയ്യും. ബാക്കിയുള്ള കൂട്ടാനും ഇലകളും മറ്റും നമ്മൾ വീടുകളിൽ നിന്ന് അവിടെ കൊണ്ടുവരാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു സമൂഹത്തിലെ ഒരു മെസ്സേജ് നൽകുന്നതിനും ജനങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ചില ശ്രമങ്ങളാണ് നടത്തുന്നത്. ഈ ചില ഭാഗത്തുള്ള കളകളൊക്കെ നീക്കം ചെയ്യുന്നതിന് 2 ട്രാക്ടർ നമ്മളെ സഹായിക്കാനായിട്ട് ഉണ്ടായിരിക്കും. 2 ട്രാക്ടർ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്കൂളിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചില ഫലവൃക്ഷ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്കൂളിൽ ഓൾറെഡി നമ്മളുടെ കൂടെ സഹകരണത്തോടുകൂടി നട്ടുപിടിപ്പിച്ചിട്ടുള്ള മാവിനും മറ്റും വളങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്കൂളിൽ റിപ്പബ്ലിക് ദിന സംബന്ധമായിട്ടുള്ള ആഘോഷ പരിപാടികളിലും നമ്മളെല്ലാവരും പങ്കെടുക്കുന്നുമുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടായ്മയിലെ സംരംഭകർ, ആലാവിയുടെ സംരംഭകർ, അവർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളുമൊക്കെ ആയിട്ട് അവിടെ സ്കൂളിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം എല്ലാവരും അന്നേ ദിവസം രാവിലെ 7 മണിക്ക് തന്നെ ആല സ്കൂളിൽ എത്തിച്ചേരുന്നതിന് ശ്രമിക്കണം എന്നല്ല, എല്ലാവരും എത്തിച്ചേരണം.